ഞായറാഴ്ച ഒപ്പുവെച്ച യൂറോപ്യൻ യൂണിയൻ അമേരിക്ക വ്യാപാര കരാർ യൂറോപ്യൻ സമരസ പ്രതികരണമാണ് ഉണ്ടാക്കിയത്. കരാറിനെതിരെ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാൻസോ ബിയറോ ശക്തമായി രംഗത്ത് വന്നപ്പോൾ മറ്റു യൂറോപ്യൻ നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഫ്രാൻസോ ബെയ്റോ ഈ വ്യാപാര കരാറിനെ യൂറോപ്പിന് ഒരു ഇരുണ്ട ദിനമെന്നാണ് വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യ ജനതയുടെ സഖ്യം തങ്ങളുടെ മൂല്യങ്ങളും താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ഒത്തുകൂടിയ ശേഷം കീഴടക്കാൻ തീരുമാനിക്കുന്നത് ദുഃഖകരമാണെന്ന് അദ്ദേഹം തിങ്കളാഴ്ച എക്സിൽ കുറിച്ചു. ഈ കരാർ യൂറോപ്പിന്റെ പരമാധികാരത്തെ സാമ്പത്തികവും ഭാവിയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയാണ് ബെയ്റോ പ്രധാനമായി ഉന്നയിക്കുന്നത്. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് യൂറോപ്പ് വഴങ്ങിക്കൊടുക്കുകയോ എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലാകുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മിക്ക ഇറക്കുമതികൾക്കും 15% താരിഫ് നിശ്ചയിക്കുന്ന ഭാവിയിലെ വ്യാപാര ഉടമ്പടികൾക്കുള്ള ഒരു ചട്ടക്കൂടാണ്. ഇത് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ വെല്ലുവിളിയാകുമെന്നും പല സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വ്യവസായങ്ങളെയും കാർഷിക മേഖലയും ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു.